നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരുടെ ആകട്ടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അതിൽ ഓർമ്മശക്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ വരും, പഠിക്കാനുള്ള ആ ഒരു ഉന്മേഷം, അല്ലെങ്കിൽ പഠിച്ചത് ഓർത്തു വെക്കാനുള്ളത്, അത് എക്സാമിന് എഴുതാനുള്ളത്, അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും മാതാപിതാക്കൾ വന്നിട്ട് കുട്ടികൾക്ക് ഓർമ്മശക്തി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. 10ാം ക്ലാസ്സിലൊക്കെ ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വലിയ പരീക്ഷയൊക്കെ വരുമ്പോഴാണ് മെയിൻലി ആൾക്കാർ ഈ ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ബുദ്ധി അല്ലെങ്കിൽ ഓർമ്മ വർദ്ധിക്കാനുള്ള എന്തെങ്കിലും ആയുർവേദ മെഡിസിൻ ഉണ്ടോ എന്ന് ചോദിച്ചു വരിക. പക്ഷെ മെയിൻലി നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ഒരു മെയിൻ എക്സാംസ് ഒക്കെ എഴുതുന്ന ക്ലാസ്സിലാണെങ്കിൽ വളരെ നേരത്തെ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം 10th ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുക, +2 ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് ഫോം, അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് നെയ്യ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കില്ല. അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളോട് അവർക്ക് അത്ര ഇതൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആയുർവേദത്തിലെ ഒരു പ്രധാന ചൂർണം, അതായത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആ ഒരു കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, അതായത് ബ്രെയിനിൻ്റെ ടോട്ടൽ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതുമായ സാരസ്വത ചൂർണം എന്ന് പറഞ്ഞ ഒരു പൊടിയുടെ ഗ്രാനുവൽ ഫോം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കേരള ആയുർവേദ എന്ന കമ്പനിയാണ് ഇത് അവർക്കാണ് ഇത് ഉള്ളത്. ആക്ച്വലി ഇത് ശരിക്കും എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യും, മെമ്മറി കോൺസെൻട്രേഷൻ കൂട്ടുകയും ചെയ്യും, സ്പീച്ചിലൊക്കെ ഒരു ക്ലാരിറ്റി, ആ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥ കുറഞ്ഞു, ചെറിയ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു, അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുന്നു, ക്ഷീണം അകറ്റുന്നു. പിന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ടീനേജേഴ്സിനൊക്കെ ഇത് സഹായിക്കുന്നത് ഇമോഷണൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് നമുക്കറിയാം, ആ ഒരു ടീനേജിലോട്ട് കിടക്കുന്ന കുട്ടികൾ ഹോർമോണൽ പ്രശ്നം മൂലമൊക്കെ, ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് കുറച്ചൊരു റിബൽ സ്വഭാവം കാണിക്കുന്നവരും പറഞ്ഞാൽ അനുസരിക്കാത്തവരും അല്ലെ പഠിക്കാൻ ഉന്മേഷമില്ലാത്തവരൊക്കെ ആയിരിക്കും മെയിൻലി കൂടുതൽ ഫോണിൻ്റെയും ലാപ്പിൻ്റെയും ഒക്കെ ഉപയോഗം മൂലം കേട്ടോ. അപ്പോൾ ആ ഒരു ഇമോഷണൽ ബാലൻസ് കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സാരസ്വത ഗ്രാനുവൽസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ബ്രഹ്മിയും ശംഖപുഷ്പിയും അതുപോലെ അശ്വഗന്ധ, വയമ്പ്, ഈ മേൽപ്പറഞ്ഞ ആയുർവേദ ദ്രവ്യങ്ങൾ, അതായത് മരുന്നുകളുടെ ഒരു വളരെ വിശിഷ്ടമായ ഒരു പൊടിയാണിത്, അല്ലെങ്കിൽ ഗ്രാനുവലാണിത്. നമുക്ക് 16-17 വയസ്സ് വരെ ഇത് ആക്ച്വലി വളരെ ഫലപ്രദമായിട്ട് കൊടുക്കാം. 20-24 വയസ്സ് കോളേജ് ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഇത് കഴിക്കുന്നവരെ നമുക്കറിയാം, നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. 3 മുതൽ 5 ഗ്രാം വരെയാണ് കഴിക്കേണ്ടത്. നിങ്ങൾ യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഏജോ അല്ലെ കുട്ടികളുടെ ഏജോ ഒക്കെ ഇതിന് അടിയിൽ കമൻറ്റ് ചെയ്താൽ നമുക്ക് എത്ര ഡോസേജ് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. 3 to 5 grams ആണ് ഡെയിലി 2 നേരം കഴിക്കണം എന്നുള്ളതാണ്. പാലിൽ കഴിക്കാനോ ചൂടുവെള്ളത്തിൽ കഴിക്കാനോ കുഴപ്പമില്ല. പിന്നെ ഇത് മെയിൻലി പാലറ്റബിൾ ആണ്, കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ബ്രഹ്മിയുടെ കയ്പോ അല്ലെങ്കിൽ നെയ്യുടെ മണമോ രുചിയോ ഒന്നും അല്ല അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.